Good morning, students. Adutha university question idana. Find the Laplace transform of first question e raised to minus t sin 3t cos 2t. Second question t square cos omega t. Third question t square u of t minus 1. December 2019 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചതാണ്. 2015 സ്കീമിൽ ചോദിച്ചതാണ്. ഇപ്പോൾ ഇവിടെ 3 പ്രോബ്ലത്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ e raised to minus t sin 3t cos 2t. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ഏതാണ്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? Laplace transform of f of t is equal to f bars. Then Laplace transform of e raised to minus at f of t is equal to f bar s plus. That's first shifting property. So ഇവിടെ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ f of t ഐഡന്റിഫൈ take f of t as f of t എന്നുള്ള എന്ത് എടുക്കണം? sin 3t cos 2t എടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഈ sin 3t cos 2t നമുക്ക് ഇങ്ങനെ എഴുതാം. 1/2 into 2 sin 3t cos 2t എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. 2 sin a cos b. എന്താണ് 2 sin a cos b? sin a plus b plus sin a minus b. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയാണ്. ആ ഐഡന്റിറ്റി ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 1/2 into ഇവിടെ sin 5t plus sin t. 3t plus 2t 5t, 3t minus 2t sin t. അപ്പോൾ നമ്മൾ f of t എന്നോട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം f of t കണ്ടുപിടിക്കാം. ലാപ്ലേസ് ട്രാൻസ്ഫോം f of t കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 5t plus ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin t. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1/2 into ലാപ്ലേസ് ഓഫ് sin 5t. നമ്മൾ ഏത് ഫോർമുല കൊടുക്കണം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 8t എന്ന് പറഞ്ഞാൽ a by s square plus s square എന്നാണ്. ഇവിടെ നമ്മൾ 5 divided by s square plus 25 plus ഇവിടെ 1 divided by s square plus. നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e raised to minus t sin 3t cos 2t ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? 1/2 into by using first shifting property ഉപയോഗിച്ച് s എവിടെ കാണണോ എസിനൊക്കെ എന്ത് ചെയ്ത് റീപ്ലേസ് ചെയ്താൽ മതി? s plus 1 കൊടുത്താൽ മതി. അപ്പോൾ 5 divided by s plus 1 whole square plus 25 plus 1 by s plus 1 whole square plus 1. അപ്പോൾ നമ്മുടെ ആൻസർ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാനായിട്ട് എന്താണ് ചെയ്തത്? നമ്മള് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാനായിട്ട് ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നു. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഈ L of f of t equal to f bar s ആണെങ്കിൽ L of e raised to minus at f of t is equal to f bar s plus a. ആ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിന് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് f of t നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. എന്താണ് f of t? sin 3t cos 2t. ഈ sin 3t cos 2t നെ നമുക്ക് ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉപയോഗിച്ച് 2 sin a cos b എന്ന് പറഞ്ഞാൽ sin a plus b plus sin a minus b ആണ്. അപ്പൊ നമുക്ക് sin 5t plus sin t കിട്ടും. അതിനുശേഷം നമ്മൾ അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് 1/2 into L of sin 8 റിസൾട്ട് എന്താണ്? a by s square plus a square ആണ്. അപ്പോൾ sin 5t ആൻസർ എന്തായിരിക്കും? 5 divided by s square plus 25 plus 1 by s square plus 1. ഇനി നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം e raised to minus t sin 3t cos 2t യുടെ ആൻസർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? We can apply the first shifting property. S is replaced by s plus 1. 1/2 into 5 by s plus 1 whole square plus 25 plus 1 by s plus 1 whole square plus 1. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് ഡിസംബർ 2019 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2015 സ്കീമിൽ സ്റ്റുഡൻസ് ചോദിച്ചതാണ്. ഈ ക്വസ്റ്റ്യൻ മാത്രമല്ല 3 ക്വസ്റ്റ്യൻ ആണ് ഒരുമിച്ച് ചോദിച്ചത്. 1 2 3 ഈ 3 ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടുക? 7 മാർക്ക് കിട്ടുക. അപ്പൊ നമ്മൾ ചെയ്തത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നത്തെ വീഡിയോയിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന്റെ ആൻസർ ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. എല്ലാ sin 8യുടെ റിസൾട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി 2 sin a cos b എന്ന് പറഞ്ഞാൽ sin a plus b plus sin a minus b. ഈ 3 റിസൾട്ടുകൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലം ചെയ്യാൻ സാധിക്കൂ. ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം. അടുത്ത വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യും കേട്ടോ. പിന്നത്തെ വീഡിയോയിൽ മൂന്നാമത്തെ പ്രോബ്ലം ചെയ്യും. എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക.